ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഹോട്ട്കിൻസ് ലിംഫോമയെ പറ്റിയാണ്. ഓക്കെ, അപ്പം ലിംഫോമ ഓക്കെ, ലിംഫോമ അപ്പം രണ്ട് ടൈപ്പ് ലിംഫോമയാണ്. ഹലോ, രണ്ട് ടൈപ്പ് ലിംഫോമയാണ് ഉള്ളത്. ഒന്ന് നോൺ ഹോട്ട്കിൻസ് ലിംഫോമ, ഒന്ന് ഹോട്ട്കിൻസ് ലിംഫോമ. ഹാരിസൺ പറയുന്നത് നോൺ ഹോട്ട്കിൻസ് ലിംഫോമയാണ് ഏറ്റവും കൂടുതലെന്ന്, SRB പറയുന്നത് ഹോട്ട്കിൻസ് ലിംഫോമയാണ് കൂടുതലെന്ന്. അപ്പൊ ഏതാന്ന് വെച്ചാൽ SRB സർജറി പറയുന്ന ഹോട്ട്കിൻസ് ലിംഫോമ, എനിക്കൊന്ന് ഇന്ത്യയിൽ അതായിരിക്കും കൂടുതൽ. ഓക്കെ, അപ്പം ഹാരിസൺ പറയുന്ന നോൺ ഹോട്ട്കിൻസ് ലിംഫോമയാണ് ഏറ്റവും കൂടുതലെന്നാണ് അവരൊരു ഇത് വെച്ച് തന്നെ പറയുന്നുണ്ട്. നോൺ ഹോട്ട്കിൻസ് ലിംഫോമയാണ് ഇത്രയുണ്ട്. ഓക്കെ, ഹോട്ട്കിൻസ് ലിംഫോമ ഇത്രേ പറയുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു മറ്റേ ഇന്ത്യയിൽ വെച്ചിട്ടായിരിക്കും SRB പറഞ്ഞേക്കുന്നത്. ചുമ്മാ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ. അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഹോട്ട്കിൻസ് ലിംഫോമയാണ്. അപ്പം സർജറിയിൽ മെഡിസിനിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ എറ്റിയോളജി പഠിക്കണം, ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, പിന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ക്ലിനിക്കൽ ആൻഡ് പത്തോളജിക്കൽ, ഇൻവെസ്റ്റിഗേഷൻസ്, ട്രീറ്റ്മെന്റ്, പിന്നെ കുറച്ച് ഡിഫറൻസ്, നോൺ ഹോട്ട്കിൻസ് ലിംഫോമയായിട്ടുള്ള ഡിഫറൻസ്, പിന്നെ ഇതിന്റെ പ്രോഗ്നോസിസ് എന്താണ്. ഇത്രയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹലോ, കേൾക്കാലോ? ഓക്കെ, എറ്റിയോളജി നമ്മൾ മെഡിസിനകത്തൊന്നും പറയുന്നില്ല. SRBക്കകത്ത് മൊത്തം ലിംഫോമയുടെ മൊത്തത്തിലുള്ള എറ്റിയോളജിയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അവര് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ജനറ്റിക് ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഓർത്തിരിക്കേണ്ട, നമ്മുടെ ഹോട്ട്കിൻസ് ലിംഫോമയ്ക്ക് രണ്ട് വൈറസിന്റെ എറ്റിയോളജി പറയുന്നുണ്ട്. അതായത് ഇവർക്ക് ഈ ഹോട്ട്കിൻസ് ലിംഫോമ വന്ന ആൾക്കാർക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒരു മറ്റേ IMN ഇൻഫെക്ഷസ് മോണോന്യൂക്ലിയോസിസോ ഓക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് കാണുന്നുണ്ട്. പക്ഷെ അതൊരു ഭയങ്കര ഫൈൻഡിങ് അല്ല. എന്നാലും ഓർത്തിരിക്കുക, എപ്സ്റ്റീൻ ബാർ വൈറസും HIV ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ട് ഹോട്ട്കിൻസ് ലിംഫോമ വരാം. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലിംഫോമയുടെ മൊത്തം എറ്റിയോളജി എന്ന് പറഞ്ഞാണ് പറയുന്നത്. അതുകൊണ്ട് ഇവർ പറഞ്ഞ ഈ ജോഗ്രൻ സിൻഡ്രോം വന്ന ആൾക്കാർക്ക് നോൺ ഹോട്ട്കിൻസ് ലിംഫോമ വരാൻ ചാൻസ് കൂടുതലാണ്. അതേപോലെ നമ്മൾ HIV എപ്സ്റ്റീൻ ബാർ വൈറസ് ഉള്ളവർക്കും നോൺ ഹോട്ട്കിൻസ് ലിംഫോമ വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ കാപ്പോസി സാർക്കോമ ഇല്ലേ, HHV8 ഹെർപ്പിസ്, അത് കാപ്പോസി സാർക്കോമ ഹെർപ്പിസ് വൈറസിന് ഉള്ളവർക്ക് വരാം. പിന്നെ ഹ്യൂമൻ ടീസെൽ ലൂക്കോട്രോഫിക്കോ വൈറസ്, അവർക്കൊക്കെ നോൺ ഹോട്ട്കിൻസ് ലിംഫോമ വരാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, പക്ഷേ നമ്മുടെ ടോപ്പിക്ക് ഹോട്ട്കിൻസ് ലിംഫോമയാണ്, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഹോട്ട്കിൻസ് ലിംഫോമയാണ്. അതുകൊണ്ട് ഇതൊന്നും അവിടെ എഴുതിയേക്കണമെന്നില്ല. പിന്നെ ഇവർ പറഞ്ഞേക്കുന്നത് നമ്മുടെ H. പൈലോറി അസോസിയേഷൻ കൂടുതലുള്ള ആൾക്കാർക്ക് ഈ മാൾട്ട് ലിംഫോമ, അതേപോലെ സീലിയാക് സ്പ്രൂ വന്നവർക്ക് ഇൻഡസ്ട്രിയൽ ടീസെൽ ലിംഫോമ, അങ്ങനെ കുറെ എറ്റിയോളജി പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ തൽക്കാലം ഇത് മാത്രം ഓർത്തിരിക്കുക, എപ്സ്റ്റീൻ ബാർ വൈറസിന്റെ കാര്യം. പിന്നെ ഇതിന്റെ ഇൻസിഡൻസ് പറയുവാണെങ്കിൽ രണ്ടിലും ഹോട്ട്കിൻസ് ലിംഫോമ ആയാലും നോൺ ഹോട്ട്കിൻസ് ലിംഫോമ ആയാലും മെയിൽസിലാണ് കുറച്ച് കൂടുതൽ, ഫീമെയിൽസിലും കാണാം. ഓക്കെ, കുറച്ച് കൂടുതലെന്നേ ഉള്ളൂ. ഈ ഹോട്ട്കിൻസ് ലിംഫോമ പറയുമ്പോൾ ബൈമോഡൽ ഏജ് ആണ്. അതായത് ഒന്ന് ഇൻഫൻസ് അല്ല, സോറി, അഡൽട്സ്, ഒരു 20 to 30 ഇയേഴ്സിൽ വരാം. പിന്നെ വരുവാണെങ്കിൽ ഒരു എൽഡർലി ആയിരിക്കും, 50 to 70 ഇയേഴ്സ് ആയിരിക്കും. നമ്മൾ മുന്നേ ഡെർമറ്റോളജി ഒരു ക്ലാസ് എടുത്ത സമയത്ത് ബൈമോഡൽ ഏജ് പറഞ്ഞ ഏത് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ലക്ഷ്മി പഠിപ്പിച്ച ടോപ്പിക് സോറിയാസിസ്. ഓക്കെ, സോറിയാസിൽ ഇതേപോലെ ബൈമോഡൽ ഏജ് ഗ്രൂപ്പ് ആയിരുന്നു പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ടോപ്പിക്കിൽ ഹോട്ട്കിൻസ് ലിംഫോമയിലും ബൈമോഡൽ ഏജ് ഗ്രൂപ്പ് ആണ്. ഓക്കെ, പിന്നെ നോട്ട് ഹോട്ട്കിൻസ് ലിംഫോമ ആണെങ്കിൽ എൽഡർലിയിലായിരിക്കും വരുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ ജസ്റ്റ് ഇൻസിഡൻസിനെ പറ്റി പറയാം. അടുത്താണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഓക്കെ, പറയട്ടെ? ഓക്കെ, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ മോസ്റ്റ് കോമൺ എന്ന് വെച്ചാൽ ലിംഫഡിനോപ്പതി തന്നെയാണ്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ എഴുതി വെക്കേണ്ടത് പേഷ്യന്റിന് ലിംഫഡിനോപ്പതി ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അത് എങ്ങനത്തെ ലിംഫഡിനോപ്പതി ആയിരിക്കും? പെയിൻലെസ് ആയിരിക്കും. ഓക്കെ, ഇറ്റ്സ് എ പ്രോഗ്രസീവ് ഇൻ നേച്ചർ. പ്രോഗ്രസീവ് ഇൻ നേച്ചർ ഞാൻ ഇവിടെ ഒരു പടം വരച്ചു വെച്ചിട്ടുണ്ട്, കാണാമോ? ഇതൊക്കെ ഞാൻ വെറുതെ കുറച്ച് ലിംഫ് നോഡ് വരച്ച് വെച്ചേക്കുക. ഇതിപ്പോ നോക്കിയേ, ഇതിപ്പോ ഒരു ലിംഫ് നോഡ്, ആദ്യം ഒരു ലിംഫ് നോഡ് ഇൻവോൾവ് ആയി. ഓക്കെ, ഒരു ലിംഫ് ഇൻവോൾവ് ആയി, കുറച്ച് കഴിയുമ്പോൾ അടുത്ത ലിംഫ് നോഡ് ഇൻവോൾവ് ആവും. കണ്ടോ? ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ അടുത്ത ലിംഫ് നോഡ് ഇൻവോൾവ് ആയി, അങ്ങനെ ഭയങ്കര വലുതാവും കേട്ടോ. അങ്ങനെ ഇൻവോൾവ് ആയി പ്രോഗ്രസീവ് ഇൻ നേച്ചർ എന്ന് വെച്ചാൽ ഇങ്ങനെ വലുതായി അസോസിയേറ്റ് താഴോട്ട് ഇങ്ങനെ പോകും. ഉദ്ദേശിച്ചത് പ്രോഗ്രസീവ് ഇൻ നേച്ചർ എന്നാ പറഞ്ഞത്, മനസ്സിലായി? ഓക്കെ, പ്രോഗ്രസീവ് ഇൻ നേച്ചർ ആണ്. പിന്നെ സർജറിയിലെ ഇമ്പോർട്ടന്റ് ഒരു സംഭവമാണ്, അതിനെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. ഓക്കെ, മെഡിസിനിൽ എഴുതാം. ഫേം ഇൻ കൺസിസ്റ്റൻസി, ഓൾസോ റബ്ബറി ഇൻ കൺസിസ്റ്റൻസി, ഇമ്പോർട്ടന്റ് ആണ്. ഫേം ആൻഡ് റബ്ബറി ഇൻ കൺസിസ്റ്റൻസി. ഓക്കെ, ഫേം ആൻഡ് റബ്ബറി കൺസിസ്റ്റൻസി വേറെ എവിടെയും വരുന്നില്ല. ഓക്കെ, നമ്മൾ TBയിൽ എങ്ങനത്തെ ലിംഫ് നോഡ് ആയിരിക്കും? മാറ്റഡ് ലിംഫ് നോഡ്. നമ്മുടെ ഇന്ത്യയിൽ ഒരു നെക്സോലിംഗ് ആയിട്ട് വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് എന്തായിരിക്കും? TB ആണ്. അപ്പൊ നമ്മൾ അത് അവിടെ മാറ്റഡ് ആയിരിക്കും. പക്ഷെ ഇവിടെ ലിംഫോമ ആണെങ്കിൽ റബ്ബറി ഇൻ കൺസിസ്റ്റൻസി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി ഈ ലിംഫ് നോഡ് എവിടെയൊക്കെ വരാം? മോസ്റ്റ് കോമൺ സൈറ്റ് 80% വരുന്നത് നെക്കിൽ തന്നെ ആയിരിക്കും, സെർവൈക്കൽ ലിംഫ് നോഡിലായിരിക്കും ഒക്കെ വരുന്നത്. ഈ കറുത്ത പാടൊക്കെ ഞാൻ അപ്പുറത്തെ ലൈൻ മാർക്കർ വെച്ച് ചേർത്ത് ഇപ്പുറത്തോട്ട് വന്നു കേട്ടോ. അപ്പൊ മോസ്റ്റ് കോമൺലി ഇൻവോൾവ് ചെയ്യുന്നത് സെർവൈക്കൽ ലിംഫ് നോഡ് ആണ് മോസ്റ്റ്ലി. അതിൽ തന്നെ നമ്മുടെ ലോവർ ഡീപ്പ് സെർവൈക്കലും പോസ്റ്റീരിയർ ട്രയാങ്കിളും എന്നാണ് സർജറി പറയുന്നത്. ലോവർ ഡീപ്പ്
സർവൈക്കൽ ഏത് ലെവലാ? 4. ട്രയാങ്കിൾ 5. ഓർത്ത് വെച്ചാൽ മതി. അപ്പർ ജൂലർ, മിഡിൽ ജൂലർ 2, 3, 4. അതിന്റെ ബാക്കിലുള്ള പോസ്റ്റീരിയർ ട്രയാങ്കിൾ ലെവൽ 5. ഓക്കെ, അതിലൊക്കെയാണ് ഇൻവോൾവ് എന്നാണ് സർജറി പറയുന്നത്. പിന്നെ രണ്ടാമത്തെയാണ്, പിന്നെ നമ്മളിപ്പോൾ നെക്ക് കഴിഞ്ഞു, പിന്നെ താഴോട്ട് വരുമ്പോൾ അങ്ങനെ ഞാൻ ആലോചിച്ച് പോവാം. അടുത്ത മീഡിയാസ്റ്റിനം അല്ലേ? മീഡിയാസ്റ്റിനത്തിനകത്ത് നമ്മുടെ ഹൈലാർ ലിംഫ് നോട്ട്സ് ഒക്കെ ഇല്ലേ, അത് ഭയങ്കര വലുതാവും. ഓക്കെ, പിന്നെ തൊട്ട് താഴോട്ട് വരുവാണെങ്കിൽ ആക്സിലറി ഏരിയയിലുള്ള ലിംഫ് നോട്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഡയഫ്രത്തിന്റെ താഴോട്ടുള്ള എവിടെ വേണേലും വരാം. പക്ഷേ ഇങ്ങനെ പ്രോഗ്രസീവ് ആയിരിക്കും. ഓക്കെ, ഓരോന്ന് പയ്യെ വരത്തുള്ളൂ. നമ്മുടെ ലിവറിന്റെ അവിടെയുള്ള പോർട്ട ഹെപ്പാറ്റിസ് ലിംഫ് നോഡ് വരാം, അതേപോലെ റിട്രോപെരിറ്റോണൽ ലിംഫ് നോഡിൽ വരാം, അതേപോലെ എവിടെ വേണമെങ്കിലും വരാം. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയാൻ പോകുന്നത്. പറയട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞ ഹൈലാർ ലിംഫ് നോഡ് അല്ലെങ്കിൽ മീഡിയാസ്റ്റിനൽ ലിംഫ് നോഡിൽ വന്നാൽ അവിടെ ഒരു മാസമായിട്ട് വന്നുകൂടായ, മീഡിയാസ്റ്റിനൽ മാസമായിട്ട് പേഷ്യന്റ് പ്രസന്റ് ചെയ്തുകൂടെ? അപ്പൊ അത് നമ്മുടെ സുപ്പീരിയർ വീന കാവ സിൻഡ്രോം, സുപ്പീരിയർ വീന കാവ ഒബ്സ്ട്രക്ട് ചെയ്യുന്ന ഒരു ഫീച്ചർ കാണിച്ചൂടെ? ഓക്കെ, അപ്പൊ എന്തൊക്കെ സ്ട്രൈഡർ, ബ്രെത്ത്ലെസ്നെസ്, ഡിസ്ഫേജിയ, അങ്ങനത്തെ ഫീച്ചേഴ്സ് മനസ്സിലായോ? അപ്പൊ എല്ലാ ലിംഫ് നോഡിന്റെ പ്രശ്നമാണ്. ലിംഫ് നോഡ് കംപ്രസീവ് സിംറ്റംസ് ആണ് ഈ ഹോട്ട്കിൻസ് ലിംഫോമ അധികവും പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഫീച്ചർ ആയിട്ട് വരാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ലിവറിന്റെ അടുത്തുള്ള ലിംഫ് നോഡ് പോർട്ട ഹെപ്പാറ്റിസിന്റെ അവിടെയുള്ള ലിംഫ് നോഡ് ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കളക്ടിങ് CBD എന്തായിരുന്നു? കോമൺ ബൈൽ ഡക്റ്റിനെ അഫക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസും അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പ്രൂറൈറ്റിസ്, ഇക്ട്രസ് ഒക്കെ കാണിച്ചൂടെ? അപ്പൊ അങ്ങനെ ഫീച്ചേഴ്സ് ആയിട്ട് വരാം. ഓക്കെ, കംപ്രസീവ് ഉണ്ട്, അതായത് അപ്പം LFT ഒക്കെ എടുക്കുമ്പോൾ വേരിയേഷൻ കാണും, ഓർക്കണേ. അപ്പൊ അത് നമ്മൾ ഇൻവെസ്റ്റിഗേഷനിൽ പറയാം. പിന്നെ ഞാൻ പറഞ്ഞ റിട്രോപെരിറ്റോണൽ ലിംഫ് നോഡ്. അപ്പൊ അവിടെ നമ്മുടെ യൂറിറ്റർ ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ യൂറിറ്ററിനെ ഒക്കെ ഇൻവോൾവ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഹൈഡ്രോനെഫ്രോസിസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. മെയിൻ ആയിട്ട് ലിംഫോഡിനോപ്പതി ഓർത്തിരിക്കുക. അപ്പൊ ഈ ഓരോ ഏതൊക്കെ ലിംഫ് നോഡ് ഇൻവോൾവ് ചെയ്യുന്ന അത് വെച്ച് പറഞ്ഞാൽ മതി. മീഡിയാസിൽ ലിംഫ് നോഡ് ഇൻവോൾവ് ചെയ്യുമ്പോൾ എന്ത് വരുന്നത്? പേഷ്യന്റ് നമ്മുടെ അടുത്ത് വരുന്ന മാക്സിമം മിക്കവാറും സെർവൈക്കൽ ലിംഫോഡിനോപ്പതി ആയിട്ടായിരിക്കും. ഓക്കെ, പിന്നെ താഴോട്ട് ഡയഫ്രത്തിന്റെ താഴെയുള്ള പോർട്ട ഹെപ്പാറ്റിസിൽ ഇൻവോൾവ് ചെയ്യാം, റിട്രോപെരിറ്റോണൽ ലിംഫ് നോഡ്, ഏത് ലിംഫ് നോഡ് വേണമെങ്കിലും ഇൻവോൾവ് ചെയ്യാം. ഓക്കെ, പിന്നെ കാണുന്ന ഫീച്ചറാണ് സ്പ്ലീനോമെഗാലി. ഏകദേശം 40% ആൾക്കാരിൽ സ്പ്ലീനോമെഗാലി കാണുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ഒരു ഫീച്ചറാണ് കോൺസ്റ്റിറ്റ്യൂഷൻ സിംറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ബി സിംറ്റം. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഗ്രൂപ്പ് ബി, ഈ പേഷ്യന്റിന് ഫീവർ കാണും, വെയിറ്റ് ലോസ് മോർ ദാൻ 10% ഇൻ 6 months. 10 കിലോ അല്ല, പേഷ്യന്റിന്റെ 10% വെയിറ്റ് കുറയും. ഓക്കെ, വെയിറ്റ് ലോസ്, നൈറ്റ് സ്വെറ്റ്സ്, നമ്മുടെ TBയുടെ ഫീച്ചേഴ്സ് അല്ലേ ഇതൊക്കെ? ഫീവർ, വെയിറ്റ് ലോസ്, നൈറ്റ് സ്വെറ്റ്സ്. ഡയഗ്നോസിനകത്ത് എപ്പോഴും നമുക്ക് TB ലിംഫോഡിനോപ്പതി പറഞ്ഞുകൂടാ. പേഷ്യന്റ് നെക്ക് സ്വെല്ലിംഗ് ആയിട്ട് വരും, അസോസിയേറ്റഡ് ആയിട്ട് ഫീവറും വെയിറ്റ് ലോസും നൈറ്റ് സ്വെറ്റ്സും ലോസ് ഓഫ് അപ്പറ്റൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിനകത്ത് മെയിൻ ആദ്യം നിൽക്കുന്ന ആൾ TB തന്നെയാണ്. ഓക്കെ, കാരണം അവിടെയും നെക്ക് ലിംഫ് നോഡ് വരുന്നുണ്ട്. അപ്പം ഇനി ഇതിനാണ് ഗ്രൂപ്പ് ബി സിംറ്റം എന്ന് പറയുന്നത് കേട്ടോ, അത് ഓർത്ത് വെച്ചോണേ. അപ്പൊ ഇവിടെ കാണുന്ന ക്യാരക്ടറിസ്റ്റിക് ഫീവർ എന്തുവാണ്? മറ്റേ അന്നില്ല സർജറി സാറിന്റെ ക്ലാസ്സിലൊക്കെ പറഞ്ഞു, എപ്സ്റ്റീൻ ഫീവർ എന്ന് വെച്ചാൽ നമ്മുടെ സർജറി മെഡിസിനകത്ത് പറയുന്നുണ്ട് ഒരു 3 മുതൽ 10 ദിവസം വരെ നല്ല ഫീവർ കാണും. ഓക്കെ, പിന്നെ കുറച്ച് ഒരു 1-2 ആഴ്ച പനി കാണത്തില്ല, പിന്നെ 1-2 ആഴ്ച പനി കാണണം. അങ്ങനെ വന്നും പോയി നിൽക്കുന്ന ഫീവറാണ് എപ്സ്റ്റീൻ ഫീവർ. ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഹോട്ട്കിൻസ് ലിംഫോമ. ഓക്കെ, ഇതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ സിംറ്റം. പിന്നെ ലേറ്റർ, അതായത് ഭയങ്കര ലേറ്റ് സ്റ്റേജിലൊക്കെ എത്തുമ്പോഴേ ബോണിനെയും ബ്രെയിനെയും സ്കിന്നെയും ഒക്കെ ഇൻവോൾവ് ചെയ്യും. ഓക്കെ, അപ്പം ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഡൗട്ട് ഇല്ലല്ലോ? കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു തരാം. സോറി കേട്ടോ, ഞാൻ PDF ഉണ്ടാക്കിയതായിരുന്നു, അത് കാണുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ കാണും. ഓക്കെ, അപ്പൊ ഈ മുകളിലത്തെ പിക്ചറിനകത്തുണ്ടോ പേഷ്യന്റ് നെക്ക് സ്വെല്ലിംഗ് ആയിട്ട് വന്നേക്കുന്നുണ്ടോ? ഫുള്ള് ലിംഫ് നോഡൊക്കെ, ഒരുപാട് ലിംഫ് നോഡൊക്കെ ഇൻവോൾവ് ആയിട്ട് വരുന്നു. അപ്പൊ ഇതാണ് ഒരു ഫീച്ചർ. ഓക്കെ, ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ട്യൂബർക്കുലോസ് ലിംഫോഡൈറ്റിസ്. ഇനി രണ്ടാമത്തേനകത്തുനിന്നുണ്ടോ ഒരു ലിംഫ് നോഡ് ഉണ്ടോ നെക്കിന്റെ അവിടെ ആയിട്ട്? ഓക്കെ, ഇതൊക്കെയാണ് നെക്ക് സ്വെല്ലിങ്സ്. പിന്നെ കുറെ പിക്ചർ ഉണ്ട്, നമ്മൾ ചരിച്ചു നോക്കിയാൽ മതി. ഈ പേഷ്യന്റിന്റെ ഉണ്ടോ നെക്ക് സ്വെല്ലിംഗ് ആയിട്ട് വന്നേക്കുന്നുണ്ടോ? അപ്പൊ ലിംഫോഡിനോപ്പതി, പെയിൻലെസ് ലിംഫോഡിനോപ്പതി, വേദന ഒന്നും കാണത്തില്ല, നമ്മൾ തൊട്ടാലും വേദന കാണത്തില്ല, നോൺ ടെൻഡർ ആയിരിക്കും. ഓക്കെ, ഇത് വേറെ പേഷ്യന്റ് ഹോട്ട്കിൻസ് ലിംഫോമ. അപ്പൊ മിക്കവരും വരാൻ ചാൻസ് കൂടുതലുള്ളത് എന്തായിട്ടായിരിക്കും? നെക്ക് സ്വെല്ലിംഗ് അല്ലെങ്കിൽ ഒരു ലിംഫോഡിനോപ്പതി ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ,
അടുത്ത നമുക്ക് ക്ലാസിഫിക്കേഷൻ ക്ലിനിക്കൽ ഫീച്ചർ കഴിഞ്ഞാൽ അടുത്ത ക്ലാസിഫിക്കേഷൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, സർജറിയിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് ഉള്ളത്. ഒന്ന് ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻ, അതായത് നമ്മൾ ലിംഫ് നോഡൊക്കെ വെച്ചിട്ട് നോക്കുന്ന ക്ലാസിഫിക്കേഷനും പത്തോളജിക്കൽ, നമ്മൾ ലിംഫ് നോഡിൽ നിന്ന് ബയോപ്സി ഒക്കെ എടുത്തിട്ട് ആ പത്തോളജിക്കൽ റിപ്പോർട്ട് വെച്ചിട്ടുണ്ടാക്കുന്ന ക്ലാസിഫിക്കേഷൻ. നമ്മൾ പത്തോളജി ക്ലാസിഫിക്കേഷൻ നമ്മൾ പത്തോളജിയിൽ പഠിച്ചിട്ടുണ്ട്, പറയാം. അപ്പൊ ആദ്യം നമ്മൾ ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷന്റെ പേരാണ് ആൻ ആർബർ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഈ ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻ 3 മാർക്കിന് സർജറിയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ആന്റിബയോട്ടിക് കടന്നേ. ആൻ ആർബർ ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ ലിംഫ് നോഡ് ഇൻവോൾവ് ചെയ്യുന്നെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ഹലോ. ഇത് 4 സ്റ്റേജ് ആയിട്ട് തിരിക്കാം. അതായത് നമ്മുടെ പേഷ്യന്റിന്റെ ബോഡിയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ലിംഫ് നോഡ്, ഫോർ എക്സാമ്പിൾ ഞാൻ ചുമ്മാ പടം കാണിച്ചേക്കും, ഇത് ആക്സിലറി, തൽക്കാലം ആക്സിലറി ആണെന്ന് വിചാരിക്കുക, ഇത് നമ്മുടെ ഇൻഗ്വൈനൽ ആണെന്ന് വിചാരിക്കുക, ഇത് നമ്മുടെ നെക്കിലെ ലിംഫ് നോഡ് ആണെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് മാത്രം ഇൻവോൾവ് ആവണമെങ്കിൽ അതിന് നമ്മൾ സ്റ്റേജ് 1 എന്ന് പറയും. ഓക്കെ, ആൻ ആർബർ ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ലിംഫ് നോഡ് മാത്രമാണെങ്കിൽ എന്ത് പറയും? സ്റ്റേജ് 1. ഇനി സെയിം സൈഡിൽ, അതായത് ഡയഫ്രത്തിന്റെ ഒരേ സൈഡിൽ തന്നെ 2 ലിംഫ് നോഡ്, അതായത് മോർ ദാൻ 1, 2 ഓ 3 ഓ എത്ര വന്നാലും അതിനെ നമ്മൾ സ്റ്റേജ് 2. ഓക്കെ, ആൻ ആർബർ ക്ലാസിഫിക്കേഷൻ സ്റ്റേജ് 2 എന്ന് വെച്ചാൽ മോർ ദാൻ 2 ഗ്രൂപ്പ് ഓഫ് ലിംഫ് നോഡ് ഇൻ ദ സെയിം സൈഡ് ഓഫ് ഡയഫ്രം. ഓക്കെ, അടുത്ത മൂന്നാമത്തെ എന്ന് വെച്ചാൽ എന്തായിരിക്കും? മോർ ദാൻ 2 ഓൺ അപ്പറോ ഇപ്പുറവും. ഓക്കെ, അപ്പറോ ഇപ്പുറവും വരുവാണെങ്കിൽ സ്റ്റേജ് 3. സ്റ്റേജ് 4 എന്ന് വെച്ചാൽ ഡിസെമിനേറ്റഡ്, അതായത് പിന്നെ എവിടെയെങ്കിലും ബോണിലോട്ടോ സ്പ്ലീനിലോട്ടോ എവിടെയെങ്കിലും ഒക്കെ ഡിസെമിനേറ്റഡ് ആയെങ്കിൽ സ്റ്റേജ് 4. അപ്പൊ നിങ്ങൾ ഇത് വായിച്ചു നോക്കിയേ, 1 ഗ്രൂപ്പ് ഓഫ് ലിംഫ് നോഡ് ഇൻവോൾവ് ചെയ്യുന്നെങ്കിൽ അതിനെ നമ്മൾ സ്റ്റേജ് 1. മോർ ദാൻ 1 ഗ്രൂപ്പ് ഓഫ് ലിംഫ് നോഡ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ഡയഫ്രം ആണെങ്കിൽ സ്റ്റേജ് 2. മോർ ദാൻ 1 ഗ്രൂപ്പ് ഓഫ് ലിംഫ് നോഡ് ബോത്ത് സൈഡ് ഓഫ് ഡയഫ്രം വരുവാണെങ്കിൽ സ്റ്റേജ് 3. എക്സ്ട്രാ നോഡൽ വരുവാണെങ്കിൽ സ്റ്റേജ് 4. ഇതിന്റെ കൂടെ തന്നെ ഇവർ ഗ്രൂപ്പ് ബിയുടെ കാര്യം പറയുന്നുണ്ട്. ഗ്രൂപ്പ് ബി സിംറ്റം എന്ന് വെച്ചാൽ എന്തുവായിരുന്നു? ഫീവർ, കോൺസ്റ്റിറ്റ്യൂഷണൽ സിംറ്റംസ്. അപ്പൊ ഗ്രൂപ്പ് എ എന്ന് വെച്ചാൽ ഇതൊന്നും ഇല്ല കേട്ടോ. ഫീവർ, നൈറ്റ് സ്വെറ്റ്സ് ഇല്ലാത്തതിനെ ഗ്രൂപ്പ് എ എന്നും ജസ്റ്റ് ഇതിനെ ഗ്രൂപ്പ് ബി എന്നും പറയും. അത്ര ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഞാൻ ക്ലാസിഫിക്കേഷൻ ഒരു പിക്ചർ കാണിച്ചു തരാം, കാണുന്നുണ്ടോ? ഓക്കെ, 1 ഗ്രൂപ്പ് ഓഫ് ഇൻവോൾവ് ചെയ്യുമ്പോൾ സ്റ്റേജ് 1, ഒരേ സൈഡിൽ 2 ഇൻവോൾവ് ചെയ്യുമ്പോൾ സ്റ്റേജ് 2, അപ്പുറം ഇപ്പുറം ഒക്കെ ഇൻവോൾവ് ചെയ്യുമ്പോൾ 2 സൈഡിലും ഇൻവോൾവ് ചെയ്യുമ്പോൾ സ്റ്റേജ് 3, ബാക്കിയുള്ള ഓർഗൻസിലോട്ടും ബാക്കിയുള്ള ഡിസ്റ്റമിനേറ്റഡ് ആകുമ്പോൾ സ്റ്റേജ് 4. ഓക്കെ, പിന്നെ അവസാനം ഗ്രൂപ്പ് ബി സിംപ്റ്റംസ് ആയ ഫീവർ, നൈറ്റ് സ്വെറ്റ്സ്, വെയിറ്റ് ലോസ്. ഓക്കെ, ഇതാണ് നമ്മളിപ്പോ പറഞ്ഞ ഈ ക്ലാസിഫിക്കേഷന്റെ പേരെന്തുവാ? ആൻ ആർബർ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതിന്റെ പേരാണ് ക്ലിനിക്കൽ പത്തോളജി ക്ലാസിഫിക്കേഷൻ. അപ്പൊ നമ്മൾ ഈ ലിംഫ് നോഡിൽ നിന്നൊക്കെ ബയോപ്സി എടുത്ത് ലിംഫ് നോഡിൽ നിന്നൊക്കെ ബയോപ്സി എടുത്ത് ഓക്കെ, അപ്പം ലിംഫ് നോഡിൽ നിന്ന് ബയോപ്സി എടുത്തിട്ട് നമ്മൾ അത് വെച്ചിട്ട് പത്തോളജിക്കൽ, ഇത് നമ്മൾ ജസ്റ്റ് കേട്ട് കാണും. ഓക്കെ, അതിനെ തന്നെ ഇവർ രണ്ടായിട്ട് പറയുന്നുണ്ട്. അതായത് ഹോട്ട്കിൻസ് ലിംഫോമയുടെ എല്ലാ ഫീച്ചേഴ്സും കാണിക്കുന്നതിനെ ക്ലാസിക്കൽ എന്നും ആ ഫീച്ചർ ഒന്നും കാണിക്കാത്തതിനെ എടിപ്പിക്കൽ അല്ലെങ്കിൽ നോൺ ക്ലാസിക്കൽ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് നോഡുലാർ സ്ക്ലീറോസിസ് നമ്മൾ പത്തോളജിയിൽ പഠിച്ചാണ്. 4 എണ്ണം ഉണ്ട്: നോഡുലാർ സ്ക്ലീറോസിങ്, മിക്സഡ് സെല്ലുലാരിറ്റി, ലിംഫോസൈറ്റ് റിച്ച്, ലിംഫോസൈറ്റ് ഡിപ്ലീറ്റഡ്. ഓക്കെ, ഏതൊക്കെയാ? നോഡുലാർ സ്ക്ലീറോസിസ്, മിക്സഡ്, ലിംഫോസൈറ്റ് റിച്ച്, ലിംഫോസൈറ്റ് കേക്കവിടെ. നോഡുലാർ സ്ക്ലീറോസിസ്, മിക്സഡ് സെല്ലുലാരിറ്റി, ലിംഫോസൈറ്റ് റിച്ചും ലിംഫോസൈറ്റ് ഡോമിനന്റും. നമ്മുടെ വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന നോഡുലാർ സ്ക്ലീറോസിങ് ആണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലും അതുപോലെ HIV പേഷ്യൻസിലൊക്കെ കാണുന്നത് മിക്സഡ് സെല്ലുലാരിറ്റി ആണ് കേട്ടോ. ഓക്കെ, ഇന്ത്യയിൽ കൂടുതൽ കാണുന്നത് മിക്സഡ് സെല്ലുലാരിറ്റി ആണ്. പിന്നെ ലിംഫോസൈറ്റ് റിച്ചും ലിംഫോസൈറ്റ് ഡിപ്ലീറ്റഡ്, അത് ജസ്റ്റ് പേര് കൊടുത്താൽ മതി. ലിംഫോസൈറ്റ് ഡിപ്ലീറ്റഡ് ആണ് വേർസ്റ്റ് പ്രോഗ്നോസ് ആയിരിക്കും. അതായത് നമ്മൾ ഒരു പേഷ്യന്റ് ഹോട്ട്കിൻസ് ലിംഫോമയായിട്ട് വന്നു, എന്നിട്ട് ആ പേഷ്യന്റ് ലിംഫ് നോഡ് എടുത്ത് ബയോപ്സിക്ക് അയച്ച് അതിനകത്ത് നമുക്ക് ലിംഫോസൈറ്റ് ഡിപ്ലീറ്റഡ് എന്നാ കിട്ടുന്നെങ്കിൽ ആ പേഷ്യന്റിന് വേർസ്റ്റ് പ്രോഗ്നോസിസ് ആയിരിക്കും, ഓർത്തിരിക്കണം. ഓക്കെ, ഇതൊക്കെ ഹോട്ട്കിൻസ് ലിംഫോമയുടെ ഫീച്ചർ കാണിക്കുന്നതാണ് ഈ ക്ലാസിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ടിപ്പിക്കൽ ഫീച്ചേഴ്സ്. ടിപ്പിക്കൽ ക്ലാസിഫിക്കേഷൻ. എടിപ്പിക്കൽ എന്ന് വെച്ചാൽ ഒരെണ്ണം ഉണ്ട്, നമ്മുടെ ഈ ആദ്യത്തെ നോഡുലാറും പിന്നെ ഇപ്പോഴത്തെ ലിംഫോസൈറ്റ്, അത് രണ്ടോടെ ചേർത്തെന്ന് പറഞ്ഞാൽ മതി. നോഡുലാർ ലിംഫോസൈറ്റ് പ്രിഡോമിനന്റ്. ഓക്കെ, അങ്ങനെ ഒരു ടൈപ്പ് ഉണ്ട്. അതിന് ഭയങ്കര നല്ല പ്രോഗ്നോസിസ് ആണ് അത് വരുവാണെങ്കിൽ. കാര്യം എന്താണെന്ന് അറിയാം, ഇപ്പം പേഷ്യന്റിന് ഇപ്പോൾ ഒരു 10 ലിംഫ് നോഡ് എൻലാർജ്മെന്റ് ഉണ്ടായി, അത് 40 വർഷം കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇരിക്കും, വലിയ സ്ലോ ഗ്രോയിങ് ആയിരിക്കും. മനസ്സിലായോ?
10-20 വർഷം കഴിഞ്ഞാലും വലിയ മാറ്റമൊന്നും കാണത്തില്ല. അതുകൊണ്ട് ഒരു ഗുഡ് പ്രോഗ്നോസിസ് എന്നാണ് പറഞ്ഞത്. നോഡുലാർ ലിംഫോസൈറ്റ് പ്രിഡോമിനന്റ്. ഇവിടെ കാണുന്ന ക്യാരക്ടറിസ്റ്റിക് സെല്ലാണ് പോപ്കോൺ സെല്ല്. നമ്മൾ പോപ്കോൺ ലീഷൻസ് വേറെ എവിടെയൊക്കെയാ പഠിച്ചേ? ചെസ്റ്റ് എക്സ്റേയിലും പഠിച്ചു, മാമോഗ്രഫിയിലും പഠിപ്പിച്ചു. മാമോഗ്രഫിയിൽ പോപ്കോൺ ലീഷൻ ഫൈബ്രോഡിനോമ ബ്രസ്റ്റിൽ മാമോഗ്രഫിയിൽ പോപ്കോൺ ലീഷൻസ് കാണാൻ പറ്റും. ഓക്കെ, ചെസ്റ്റ് എക്സ്റേയിൽ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പൾമണറി ഹമാർട്ടോമ. ഓക്കെ, പൾമണറി ഹമാർട്ടോമ. ഓക്കെ, പൾമണറി ഹമാർട്ടോമ ഞാൻ പിക്ചർ കാണിച്ചു തരാം. ഞാൻ മൂന്നോടെ ഒന്ന് ഇതാക്കി. ഫസ്റ്റ് ഏറ്റവും മുകളിൽ പിക്ചർ കാണിച്ചേക്കുന്നത് പോപ്കോൺ സെല്ലാണ്. അതുകൊണ്ട് ഒരു പോപ്കോൺ കൂട്ടിരിക്കുന്നില്ലേ? അപ്പൊ പോപ്കോൺ സെല്ലിൻ ഹിസ്റ്റോപത്തോളജിയിൽ എവിടെ കാണുന്നത്? നോഡുലാർ ലിംഫോസൈറ്റ് പ്രിഡോമിനന്റ് ടൈപ്പ് ഓഫ് ഹോട്ട്കിൻസ് ലിംഫോമ. ഓക്കെ, അടുത്ത ഈ താഴത്തെ ചെസ്റ്റ് എക്സ്റേയിൽ താഴെ നിങ്ങൾ ഒരു പോപ്കോൺ പോലെ ഒരു സാധനം കാണുന്നുണ്ടോ? ഓക്കെ, പൾമണറി ഹമാട്ടോമ. ഇതൊക്കെ ജസ്റ്റ് MCQ ആണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇത് കണ്ട ഫൈബ്രോഡിനോമ ബ്രസ്റ്റ് മാമോഗ്രഫിയുടെ പിക്ചർ ആണ്. അതിനകത്ത് കണ്ട പോപ്കോൺ ലീഷൻസ്. ഓക്കെ, ഫൈബ്രോഡിനോമ ആശയ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ പോപ്കോൺ സെല്ല് കാണാൻ പറ്റും. അതുകൊണ്ട് ചെസ്റ്റ് എക്സ്റേയിൽ പൾമണറി ഹമാട്ടോമ, മാമോഗ്രഫിയിൽ ഫൈബ്രോഡിനോമ. ഇത്രേ ഉള്ളൂ ക്ലാസിഫിക്കേഷൻ. അടുത്ത നമുക്ക് ഇൻവെസ്റ്റിഗേഷനിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനകത്ത് വലുതായിട്ട് ബോൺ മാരോയുടെ കാര്യം വല്ലതും ഞാൻ പറഞ്ഞായിരുന്നോ? ഇല്ല. അതുകൊണ്ട് തന്നെ CBC നോർമൽ ആയിരിക്കും കൂടുതൽ കണ്ടീഷനിൽ. പക്ഷേ ഭയങ്കര ലേറ്റ് സ്റ്റേജിൽ വല്ല അനീമിയ ലിംഫോപീനിയ വല്ലതും കാണുവാണെങ്കിൽ അതിന്റെ അർത്ഥം പുവർ പ്രോഗ്നോസിസ് എന്നാണ് അർത്ഥം. ഓക്കെ, നോട്ട് ഹോൺകിൻസ് ലിംഫോമയിലാണ് കൂടുതലും ബോൺ മാരോ ഇൻവോൾവ് ചെയ്യുന്നത് കേട്ടോ. അവിടെയാണ് കൂടുതലും ഇത് കാണുന്നത്. പക്ഷേ എന്നാലും ഇവിടെയും ചിലപ്പോൾ കാണാം, പക്ഷെ കൂടുതൽ നോർമൽ ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞു LFTയിൽ എപ്പോഴാണ് വേരിയേഷൻ വരുന്നത്? പോട്ടോഹെപ്പാറ്റിസ് ലിംഫോഡ് ഇൻവോൾവ് ചെയ്യുവാണെങ്കിൽ അപ്പൊ എന്ത് സംഭവിക്കും? കംപ്രഷൻ ഓഫ് CBD. അപ്പൊ എന്ത് ചെയ്യും? ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഉണ്ടാകും. അപ്പൊ നമ്മുടെ ALPയും ALT ഒക്കെ കൂടത്തില്ലേ, ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്. പിന്നെ ഇതൊരു LDH കൂടിയിരിക്കും എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ESR ഒക്കെ കൂടിയിരിക്കും. ജസ്റ്റ് ഓർത്തിരിക്കാം. ചെസ്റ്റ് എക്സ്റേ നമ്മൾ എന്തിനാ നോക്കുന്നത്? മീഡിയാസ്റ്റൈനൽ മാസ് നോക്കാനാണ് ചെസ്റ്റ് എക്സ്റേ നോക്കുന്നത്. ഇപ്പൊ 2 പടമുണ്ട്. ഇത് മെഡിസിനിലെ പടമാണ്. ഓക്കെ, ഈ പിക്ചറിനകത്ത് നമ്മുടെ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു ഇങ്ങോട്ടൊരു മറ്റേ ഇവിടെ ഒരു അയോട്ടിക് നക്കിൾ ഉണ്ട്, അതല്ല, അല്ലാതെ ഒരു വലിയൊരു ചെറിയൊരു ലീഷൻ കാണുന്നുണ്ടോ ലെഫ്റ്റ് സൈഡിൽ? അത് ഹൈലാർ ലിംഫ് നോഡ് എൻലാർജ്മെന്റ് ആണ്. അപ്പൊ അത് കാരണം കംപ്രസീവ് സിംറ്റംസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ വേറെ പടമുണ്ട്. ഇത് സർജറിയിലെ പിക്ചർ ആണ്. കണ്ടോ, മീഡിയാസ്റ്റൈനൽ മാസ് ആയിട്ട് നിൽക്കുന്നുണ്ട്, ലിംഫ് നോഡ് എൻലാർജ് ആയിട്ട്. ഓക്കെ, അപ്പൊ അത് നോക്കാൻ വേണ്ടി നമ്മൾ ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കാം. പിന്നെ നമുക്ക് അവിടെ തന്നെ ലിംഫ് നോഡിനെ സ്റ്റേജ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യാം? CT ചെസ്റ്റും CT അബ്ഡമൻ ഒക്കെ എടുക്കാം. CT അബ്ഡമൻ എന്തിനാ എടുക്കുന്നത്? ആരും ഇല്ലേ? ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ USG എടുത്ത് നോക്കിയാൽ ഹെപ്പാറ്റോസ്പ്ലീനോമെഗാലി കിട്ടും. ഈ അബ്ഡമൻ ഒക്കെ എടുക്കുന്ന എല്ലാ ലിംഫ് നോഡൊക്കെ ഏതൊക്കെ ലിംഫ് നോഡ് ഞാൻ പറഞ്ഞല്ലോ, ലിംഫ് നോഡിന്റെ കളിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഏതൊക്കെ ലിംഫ് നോഡാണ് എൻലാർജ് ചെയ്യുന്നത് അറിയാനും അതിനെ സ്റ്റേജ് ചെയ്യാനും ഞാൻ പറഞ്ഞല്ലോ. സ്റ്റേജിങ് ഒക്കെ പറഞ്ഞില്ലേ, ക്ലിനിക്കൽ ഒരു സൈഡ് ലിംഫ് നോഡ് മാത്രമാണോ 2 സൈഡ് മാത്രം ലിംഫ് നോഡ്, അതൊക്കെ നോക്കാൻ വേണ്ടിയാണ് നമ്മൾ CT ചെസ്റ്റും അതുപോലെ CT ചെസ്റ്റ് മറ്റേ മീഡിയാസ്റ്റൈനൽ മാസിന് ഉപയോഗിക്കാം. ഓക്കെ, അതിനൊക്കെയാണ് CT ചെസ്റ്റും CT അബ്ഡമനും ഉപയോഗിക്കുന്നത്. പിന്നെ പെറ്റ് സ്കാൻ ഉണ്ട്. പെറ്റ് സ്കാന്റെ ഫുൾ ഫോം എന്തുവാ? ഇതും നമുക്ക് നോഡും സ്റ്റേജിങ് ഒക്കെ നോക്കാം. പക്ഷെ ഇത് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് അറിയോ? മോണിറ്ററിങ് ആൻഡ് റെസ്പോൺസ്. അതായത് പേഷ്യന്റ് വന്നതിന് ശേഷം നമ്മൾ ആ ലിംഫ് നോഡ് കണ്ട് നമ്മൾ ട്രീറ്റ്മെന്റ് അതായത് കീമോതെറാപ്പി കൊടുത്തതിന് ശേഷം മാറിയോ നോക്കാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻ ആയിട്ട് പെറ്റ് സ്കാൻ ഉപയോഗിക്കുന്നത്. ഞാൻ നമ്മുടെ മെഡിസിൻ ടെക്സ്റ്റിൽ ഒരു പിക്ചർ അടപ്പുണ്ട്. ഏറ്റവും മുകളിൽ ഇതുണ്ടോ, ഒരു യെല്ലോ സാധനം ഇങ്ങനെ തിളങ്ങിയിരിക്കുന്നുണ്ടോ? ഓക്കെ, അത് നമ്മുടെ ലിംഫോമയാണ്. പക്ഷെ താഴത്തെ പിക്ചറിനകത്ത് അതില്ല. കീമോതെറാപ്പിക്ക് ശേഷമുള്ള ഇതാ, മനസ്സിലായോ? അപ്പൊ നമ്മൾ മോണിറ്റർ ചെയ്യാൻ റെസ്പോൺസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻ ആയിട്ട് പെറ്റ് സ്കാൻ ഉപയോഗിക്കുന്നത്. പെറ്റ് സ്കാനിൽ ഉപയോഗിക്കുന്ന മറ്റേ മീഡിയത്തിന്റെ പേരെന്തുവാ? FDG. ഫുൾ ഫോം പറ ആരെങ്കിലും. വൈവയ്ക്കൊക്കെ ചോദിക്കും. ഇവിടെ അല്ല, ഈ FDG എന്നുള്ള ടോപ്പിക് വരുമ്പോൾ എവിടെയെങ്കിലും ചോദിക്കും.
ഓക്കെ. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് പെറ്റ് സ്കാൻ എടുക്കുന്ന അതിനാ. പക്ഷെ ഇതിനടുത്ത് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ഹോട്ട്കിൻസ് ലിംഫോമ ആണ് നമ്മൾ കൺഫേം ചെയ്യേണ്ടി, ഞാൻ നേരത്തെ കുറെ കൊണ്ട് പറയുന്നുണ്ട് എന്താണ് ലിംഫ് നോഡിനെ ബയോപ്സി എടുക്കുക. ഓക്കെ, FNAC അല്ല, FNAC കാര്യം അവിടെ പറയുന്നുണ്ട്, പക്ഷേ ബയോപ്സി എക്സിഷണൽ ലിംഫ് നോഡ് ബയോപ്സി ആണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ്. അപ്പൊ അവിടെ എന്താ കാണാൻ പറ്റും? നമ്മൾ പണ്ട് പഠിച്ച പത്തോളജി, ഔളായി അപ്പിയറൻസ് അല്ലെങ്കിൽ റീഡ് സ്റ്റെർൺബർഗ് സെൽ. ഓക്കെ, RSL, റീഡ് സ്റ്റെർൺബർഗ് സെൽ ഈസ്, അതാണ് നമ്മൾ ലിംഫ് നോഡ് നോക്കുന്നത്. ഓക്കെ, അതിന്റെ പിക്ചർ കാണുന്നുണ്ടോ? ഒരു ഔളായി അപ്പിയറൻസ് ഇല്ലേ, മൂങ്ങയുടെ കണ്ണ് പോലെ. ഓക്കെ, ഔളായി അപ്പിയറൻസ് ഹോട്ട്കിൻസ് ലിംഫോമയുടെ ഫീച്ചർ ആണ്. അതാണ് നമ്മൾ എക്സിഷൻ ലിംഫ് നോഡ് ബയോപ്സി എടുത്ത് അയച്ചിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടും. അതേപോലെ മറ്റേ റിപ്പോർട്ടും മറ്റേ പത്തോളജി ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ. ഓക്കെ, നോഡുലാർ സ്ക്ലീറോസിങ് ആണോ, ഓക്കെ, അതൊക്കെ നമുക്ക് ബയോപ്സിന്ന് അറിയാൻ പറ്റും. അപ്പൊ ഇത്രയാണ് ഇൻവെസ്റ്റിഗേഷൻ ഡൗട്ട് ഇല്ലല്ലോ. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, കംപ്ലസൻസും പേഷ്യന്റിന്റെ ഡിസ്ഫേജിയയും അതേപോലെ ബ്രെത്ത്ലെസ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെസ്റ്റ് എക്സ്റേ എടുക്കുക. ഈ മീഡിയസ്റ്റൽ മാസ് വരും, സുപ്പീരിയർ വെനസ് സിൻഡ്രോം വരുവാണെങ്കിൽ നമ്മൾ ഒരു ടെസ്റ്റ് സൈൻ പഠിച്ചായിരുന്നല്ല, എന്ത് ഫീച്ചർ ആയിരിക്കും? ഒരു ടെസ്റ്റ് ചെയ്ത് പെമ്പർട്ടൻ ഇവിടെ വേണേ പോസിറ്റീവ് ആയിക്കൂടെ? ഓക്കെ, വേണേ പോസിറ്റീവ് ആവാമല്ലോ. ഓക്കെ, അത് ചുമ്മാ ഓർത്തിട്ട് സർജറിയിൽ ജസ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ട്. അടുത്താണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഒന്നുമില്ല, വളരെ വളരെ സിമ്പിൾ ആണ്. കാണാൻ പറ്റുന്നുണ്ടോ? ട്രീറ്റ്മെന്റ് മെയിൻ ആയിട്ട് 2 ട്രീറ്റ്മെന്റ് ആണ് ഉള്ളത്. ഒന്ന് റേഡിയോ തെറാപ്പി, കീമോതെറാപ്പി. നമ്മൾ ചെറിയ ലോക്കലൈസ് ഡിസീസ് ആണെങ്കിൽ റേഡിയോ തെറാപ്പി, അഡ്വാൻസ്ഡ് ആണ് കീമോതെറാപ്പി. കീമോതെറാപ്പിയിൽ യൂസ് ചെയ്യുന്ന റെജിമൻ ആണ് ABVD. ഓക്കെ, AB. നമ്മൾ PVDL എവിടെ ആയിരുന്നു പഠിച്ചത്? PVDL പടവലം എന്നൊക്കെ പറഞ്ഞു, ഇൻഡക്ഷൻ തെറാപ്പി. ഇവിടാണ് ABVD. ഓക്കെ, A എന്ന് വെച്ചാൽ അഡ്രിയാമൈസിൻ, B ബ്ലിയോമൈസിൻ, B വിൻബ്ലാസ്റ്റിൻ, D ഡക്കാർബിസിൻ. ഏതൊക്കെയാ? അഡ്രിയാമൈസിൻ, ബ്ലിയോമൈസിൻ, വിൻബ്ലാസ്റ്റിൻ, ഡക്കാർബിസിൻ. അപ്പൊ ഈ 4 എഴുതിയേ പറ്റത്തുള്ളൂ കേട്ടോ. വേറെ കുറെ റെജിമൻ ഉണ്ടെങ്കിലും മെയിൻ ആയിട്ട് ഇതാണ് ഓർത്തിരിക്കേണ്ടത്. ഇത്ര എഴുതി വെച്ചാൽ ട്രീറ്റ്മെന്റ്, ഹോട്ട്കിൻസ് ലിംഫോമ ട്രീറ്റ്മെന്റ് വെച്ചാൽ ഇത്ര എഴുതി വെച്ചാൽ, വേറെ കൂടുതലൊന്നുമില്ല മെയിൻ ആയിട്ട്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ഡിഫറൻസ്, ഇനി ജസ്റ്റ് പ്രോഗ്നോസിസ് ഒന്ന് ഓർത്തിരുന്നേ, കാരണം സർജറി അല്ല, ഇങ്ങനെ കൊളാട്രലിനകത്ത് കിടക്കുന്നുണ്ട് ഇങ്ങനെ പ്രോഗ്നോസിസ് ചോദിക്കാൻ. ഓക്കെ, പ്രോഗ്നോസിസ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറയാം, ഏജ് കൂടുവാണെങ്കിൽ ബാഡ് ആയിരിക്കും, മെയിൽസിൽ വരുവാണെങ്കിൽ ബാഡ് ആയിരിക്കും. സ്റ്റേജ് 3, സ്റ്റേജ് 4, ഞാൻ ആനാർബർ ക്ലാസിഫിക്കേഷൻ സ്റ്റേജ് 3, സ്റ്റേജ് 4 പറഞ്ഞില്ലായിരുന്നു. ഡിസെമിനേറ്റഡും അതേപോലെ 2 സൈഡിലും വരുവാണെങ്കിൽ കൂടുതലായിരിക്കും. പിന്നെ ബോൺ മാരോ ഒക്കെ ഇൻവോൾവ് ആവുകയാണെങ്കിൽ, അത് സത്യം പറഞ്ഞാൽ നോൺ ഹോട്ട്കിൻസ് ലിംഫോമയുടെ ഫീച്ചർ ആണ്, അതൊക്കെ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമായിരിക്കും. പിന്നെ LDH കൂടിയാൽ ബാഡ് ആയിരിക്കും. ഇതെല്ലാം ബാഡ് പ്രോഗ്നോസിസ്. പിന്നെ ഞാൻ ബാഡ് പ്രോഗ്നോസിസ് ആണെന്ന് പറഞ്ഞ ടൈപ്പ് ഏതായിരുന്നു ക്ലിനിക് പത്തോളജിക്കൽ? അതാണ് വേർസ്റ്റ് പ്രോഗ്നോസിസ്. ഓക്കെ, എന്ത് കാണിക്കണം? ഇത് നമ്മുടെ ടെക്സ്റ്റിലെ പടം, റീഡ് സ്റ്റെർൺബർഗ് സെൽ കാണാവോ? റീഡ് സ്റ്റെർൺബർഗ് സെല്ലിന്റെ പടം. ഓക്കെ, ഇത് ഞാൻ പറയാം. ഇതുണ്ടായിരുന്നു, താഴത്തെ പിക്ചർ ഉണ്ടോ? CT സ്കാൻ എടുത്ത് നോക്കിയപ്പം ചെസ്റ്റിലെ CT സ്കാൻ എടുത്തപ്പോ ഉണ്ടോ ലിംഫ് നോഡ് എൻലാർജ്മെന്റ് ഉണ്ടോ? അല്ല, അതല്ല, സോറി, ഇതാണ് അല്ലെ, ഏതാന്ന് അറിയത്തില്ല. ഓക്കെ, CT ചെസ്റ്റ്. പിന്നെ ഇതൊക്കെ ഈ പിക്ചർ ഞാൻ കാണിച്ചായിരുന്നു, ഞാൻ PDF ഉണ്ടാക്കിയതാണ് കേട്ടോ, അത് കളഞ്ഞുപോയി. ഇത് ഞാൻ പറഞ്ഞ സർജറി ഹാരിസണിൽ പറയുന്ന നോൺ ഹോട്ട്കിൻസ് ലിംഫോമ കൂടുതൽ, മറ്റടുത്ത് പറയുന്നത് ഇതാ കൂടുതൽ. ഇനി ജസ്റ്റ് നമ്മൾ എന്തായാലും പഠിച്ചല്ലേ നോൺ ഹോട്ട്കിൻസ് ലിംഫോമയെ പറ്റി ഇവിടെ കുറച്ച് പറയട്ടെ, ചുമ്മാ എക്സാമിന് വേണ്ടി അല്ല, അല്ലാതെ. ഓക്കെ, അപ്പം നോൺ ഹോട്ട്കിൻസ് ലിംഫോമ കൂടുതൽ ഞാൻ ആദ്യമേ പറഞ്ഞു എൽഡർലി ഗ്രൂപ്പിലാണ് വരുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, മറ്റടുത്ത് ഞാൻ പറഞ്ഞു ബൈ മോഡൽ വരാം. പിന്നെ ഞാൻ പറഞ്ഞു മറ്റടുത്ത് ഒരു സിമെട്രിക്കൽ പാറ്റേൺ ആയിരിക്കും എന്നാ പറയുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ എസിമെട്രിക്കൽ പാറ്റേൺ, അതായത് ഇവിടെ ലിംഫ് നോഡ് ഇൻവോൾവ് ചെയ്തിട്ട് ഓക്കെ കാലിൽ പിന്നെ അബ്ഡമനിൽ അങ്ങനെ വേറെ ഏത് ഗ്രൂപ്പ് ഓഫ് ലിംഫ് നോഡ് വേണമെങ്കിലും ഇൻവോൾവ് ആവും. നോൺ ഹോട്ട്കിൻസ് ഇത് പ്രശ്നക്കാരാണ്, ബാഡ് പ്രോഗ്നോസിസ് ആട്ടോ. NHL നമ്മൾ ഹോട്ട്കിൻസ് ലിംഫോമ വെച്ച് നോക്കുമ്പോൾ NHL പാടാ. സർജറിയിൽ പറഞ്ഞേക്കുന്നുണ്ടോ മോർ കോമൺ HL എന്ന് പറയുന്നുണ്ട്, ഹാരിസണിൽ പറഞ്ഞേക്കുന്ന NHL ആണ്. അപ്പം ഇന്ത്യയിലായിരിക്കും HL കൂടുതൽ. ഓക്കെ, അപ്പം ഏത് ഗ്രൂപ്പ് ഏത് ലിംഫ് നോഡ് വേണമെങ്കിലും ഇൻവോൾവ് ആവാം. അതേപോലെ ഭയങ്കര പുവർ പ്രോഗ്നോസിസും ഭയങ്കര പ്രശ്നക്കാരനായിട്ടുള്ള, നമ്മൾ ബർക്കിറ്റ്സ് ലിംഫോമ എന്ന് പണ്ട് പഠിച്ചോർമ്മയുണ്ടോ?
എഫ്സ്റ്റീൻ ബാർ വൈറസിന് അസോസിയേറ്റഡ് ആയിട്ട് കുറെ ആ ബർക്കിസ് ലിംഫോമ ഒക്കെ NHL പാർട്ടായിട്ട് വരുന്ന ആൾക്കാരാണ്. ഓക്കെ, അതേപോലെ അതിനകത്ത് ഉപയോഗിക്കുന്ന റെജിമൻ ആണ് ആർചോപ്പ്. ആർചോപ്പ് റെജിമൻ. NHL വരുവാണെങ്കിൽ കീമോതെറാപ്പി മാത്രമേ ഉള്ളൂ. R എന്ന് വെച്ചാൽ റിറ്റൂക്സിമാബ്, ഓക്കെ, C സൈക്ലോഫോസ്ഫമൈഡ്, H ഹൈഡ്രോക്സി ഡോണോറുബിസിൻ, O ഓങ്കോവിൻ. ഓങ്കോവിന്റെ പേര് ആർക്കെങ്കിലും പറയാമോ? ഓൺകോവിൻ. വിൻബ്ലാസ്റ്റിന്റെ വേറെ ഏതോ പേരാട്ടോ ഓങ്കോവിൻ. ഓക്കെ, ആർചോപ്പ്. P പ്രെഡ്നിസോളോൺ. അപ്പൊ ആർചോപ്പ് റെജിമൻ നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് നോൺ ഹോട്ട്കിൻസ് ലിംഫോമയിലാണ്. പക്ഷേ ഹോട്ട്കിൻസ് ലിംഫോമയിൽ ഏത് റെജിമനാണ് കൊടുക്കുന്നത്? ABVD റെജിമൻ. അഡ്രിയാമൈസിൻ, ഗ്ലിയോമൈസിൻ, വിൻബ്ലാസ്റ്റിൻ, ഡകാർബസിൻ. എന്തൊക്കെയോ വിട്ടുപോയാല് മനസ്സിലായോ? അത്രേ ഉള്ളൂ. Thank you.